തപാൽ വോട്ടിൽ കൃത്രിമം നടത്തിയെന്ന പരാമർശം തിരുത്തുന്നു മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ. പരാമർശം പൊതുവെ പറഞ്ഞതാണ്, പറഞ്ഞതിൽ അല്പം ഭാവന കലർത്തിയതാണ്. ഒരു തവണ പോലും ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ല എന്നും ജി സുധാകരൻ പറഞ്ഞു. ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ കള്ളവോട്ട് ചെയ്തിട്ടില്ല, ആരും കള്ളവോട്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല. ഞാനൊരു പോസ്റ്റൽ ബാലറ്റ് തുറന്ന് നോക്കിയിട്ടില്ല. കേട്ടല്ലോ, ഞാൻ ആരുടെ തിരുത്തിയിട്ടില്ല. ഞാൻ തിരുത്തിയാൽ പിന്നെ ബാലറ്റ് തന്നെ നഷ്ടപ്പെടും. ഇത് അക്ഷരമുള്ള പ്രശ്നം. കാരണം ഞാൻ എഴുതി കഴിഞ്ഞാൽ ഒന്നുകൂടി എഴുതി ഞാൻ വീണ്ടും. കാരണം അങ്ങനെ എൻ്റെ കൈയക്ഷരം നോക്കി അറിയാം, ഒന്നും വായിക്കാനൊക്കെ എല്ലാവർക്കും. അപ്പം ഞാനത് വോട്ടൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് നമ്മൾ ഇൻഡുവോ ടിക്കോ ഒക്കെ ചെയ്യുന്നില്ല, വളരെ സൂക്ഷിച്ച് ചെയ്യുന്നത്. കാരണം അവസാനം പോകാൻ പാടില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യം. അതുകൊണ്ട് പ്രത്യേക ദിവസം എന്ന് പറയും ഇതിനെപ്പറ്റി ആണോ എന്ന് എനിക്കറിയില്ല. ഇത് ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ വിവാദ പ്രസംഗം അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടാവുകയും കടുത്ത നടപടികളിലേക്ക് അതുമായി ബന്ധപ്പെട്ട് പോകുന്ന സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് താൻ പറഞ്ഞത് അല്പം ഭാവന കലർത്തിയാണ് എന്ന ജി സുധാകരന്റെ തിരുത്തു വരുന്നത്. എന്താണിതിൽ ജി സുധാകരൻ ഒടുവിലായി വിശദീകരിക്കുന്നത്? മനീഷ് മഹിപാൽ. ശ്രീജിത്ത്, CPIയുടെ കടക്കരപ്പള്ളി ലോക്കൽ സമ്മേളനത്തിന്റെ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ വിവാദ പ്രസംഗം തിരുത്തിക്കൊണ്ട് അദ്ദേഹം നിലവിൽ മുന്നോട്ട് വരുന്നത്. അദ്ദേഹം നിലവിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം പൊതുവിൽ പറഞ്ഞതാണ്. ചിലർ വോട്ട് മാറ്റി കുത്താറുണ്ട്, അവർക്ക് കൊടുക്കുന്ന ഒരു ജാഗ്രത മാത്രമാണ് താൻ കൊടുത്തത്. പക്ഷേ താൻ പറഞ്ഞതിൽ അല്പം ഭാവന ഏറിപ്പോയി. അതാണ് മാധ്യമങ്ങൾ, പക്ഷേ ഇത്തരം വിഷയങ്ങൾ മാധ്യമങ്ങൾ നിങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം ഇതിനെ നോക്കിക്കാണരുത്. പലപ്പോഴും ഇത്തരം സംവാദങ്ങളെ അത് സംവാദമായി തന്നെ കാണണമെന്ന് പറയുന്നു. അദ്ദേഹം ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുകയാണ്. അതായത് വോട്ട് താൻ ചെയ്തു എന്ന കാര്യത്തെ അദ്ദേഹം പക്ഷേ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. താൻ ഒരു തവണ പോലും വോട്ട് തിരുത്തിയിട്ടില്ല, ഒരു തവണ പോലും കള്ള വോട്ട് ചെയ്യുകയോ ഇതിന് പണം കൊടുത്തിട്ടോ ഇല്ല. നിരവധി തവണ താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ആളാണ്. മത്സരിക്കുമ്പോഴോ അല്ലെങ്കിൽ മത്സരത്തിന്റെ നേതൃത്വത്തിൽ ഇരുന്ന് അതിന്റെ നേതൃസ്ഥാനം വഹിക്കുമ്പോഴോ ഒന്നും ഒരു തരത്തിലുമുള്ള മാൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ആ വിധത്തിലുള്ള കൃത്രിമം താൻ കാണിച്ചിട്ടില്ല. വോട്ട് മാറ്റിക്കുത്തുന്നവർക്കുള്ള ചെറിയൊരു ജാഗ്രത മാത്രമാണ് അദ്ദേഹം നൽകിയതെന്നാണ് പറയുന്നത്. ഇന്നലെയും അദ്ദേഹം പറഞ്ഞതിൽ ഒരു പരാമർശം 85% സർവീസ് സംഘടനകളുടെ വോട്ട് മാത്രമേ പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടത് സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ലഭിക്കുന്നുള്ളൂ, ബാക്കി 15% വോട്ട് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും പാർട്ടി അറിയുന്നില്ല എന്ന് ആരും വിചാരിക്കേണ്ട. അതിനൊരു തെളിവ് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിൽ രഹസ്യ ബാലറ്റ് നൽകുമ്പോൾ തുറന്നു നോക്കിക്കൊണ്ട് അത് പാർട്ടിക്കല്ല വോട്ട് ചെയ്യുന്നതെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് പിന്നീട് അത്തരത്തിലുള്ള വോട്ടുകൾ രേഖപ്പെടുത്താറുണ്ട് എന്നുള്ള വിവാദ പ്രസംഗം അദ്ദേഹം നടത്തിയതും ഇപ്പോൾ അത് തിരുത്തി പറയുകയും ചെയ്തത്. മറ്റൊരു കാര്യം അദ്ദേഹം തമാശ രൂപേണ പറയുന്നത്, എപ്പോഴെങ്കിലും താൻ ആ രീതിയിൽ തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അദ്ദേഹത്തിന്റെ കൈയക്ഷരം മോശമാണ്, ഒന്നുകൂടി എഴുതുന്ന രീതി തനിക്കുണ്ട്, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ താൻ ബാലറ്റ് തിരുത്തിയാൽ ഒന്നും വായിക്കാൻ കഴിയില്ല എന്ന് തമാശ രൂപേണ വേദിയിലിരുന്ന ആളുകളെയൊക്കെ തന്നെ തമാശ രൂപേണ താൻ പറഞ്ഞത് പൊതുവിൽ പറഞ്ഞ സാധാരണ ഒരു സംഭവമാണ്. അതിൽ ഗൗരവമേറിയ വിഷയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം മാധ്യമങ്ങൾ വായിച്ച് നിങ്ങൾ നിലപാട് സ്വീകരിക്കരുത്. അവർ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വാർത്ത ഉണ്ടാക്കും. മാധ്യമങ്ങൾക്കാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ വിമർശനം നൽകുന്നത്. വിവാദങ്ങളല്ല, സംവാദങ്ങളാണ് വേണ്ടത്. പൊതുവെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഭാവന ഏറിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വം അടക്കം പ്രതിക്കൂട്ടിലാകുന്ന ഘട്ടം. ഒരു വശത്ത് പാർട്ടി നേതൃത്വം പ്രതിക്കൂട്ടിലാകുന്നു, പലതരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുന്നതിൽ വലിയ ആശയക്കുഴപ്പം CPM നേതൃത്വത്തിന് തന്നെ ഉണ്ടാകുന്നു. മറുവശത്ത് തെരഞ്ഞെടുപ്പ് മുഖ്യ കമ്മീഷണർ തന്നെ ഇത് കേസെടുക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകുന്നു. ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ ആലപ്പുഴ സൗത്ത് പോലീസിന് നിർദ്ദേശം നൽകുകയും ആലപ്പുഴ സൗത്ത് പോലീസ് ഇതിന് നിയമ ഉപദേശം തേടി ഏറ്റവും അടുത്ത മണിക്കൂറിൽ തന്നെ ജി സുധാകരനെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം താൻ പറഞ്ഞ ഒരു പ്രസംഗത്തിന്റെ വിവാദ ഭാഗം തിരുത്തിക്കൊണ്ട് അദ്ദേഹം മലക്കം അറിയുന്നത്. ഇങ്ങനെ ഒരു കാര്യം താൻ പറഞ്ഞത് പൊതുവെ പറഞ്ഞതാണെന്നും താൻ പറഞ്ഞതിലെ ഭാവന ഏറിപ്പോയതാണ് പ്രശ്നമെന്നും മാധ്യമങ്ങളുടെ വ്യാഖ്യാനങ്ങൾ വായിച്ച് നിലപാട് രൂപീകരിക്കരുതെന്നും അദ്ദേഹം ഈ വിഷയത്തിൽ താൻ പറഞ്ഞ വിവാദ പ്രസംഗം ഒന്നുകൂടി വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം തിരുത്തൽ നടത്തുന്നത്. ശ്രീജിത്ത്, മനീഷ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതേ ഗൗരവത്തിൽ തന്നെ ആ പ്രതികരണം, നേരത്തെയുള്ള ജി സുധാകരൻ്റെ പ്രസംഗം ചർച്ചയായതുമാണ്. പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്ന നടപടികൾ, കേസെടുക്കണമെന്ന നിർദ്ദേശം, പോലീസ് പിന്നീട് സ്വീകരിച്ച നടപടികൾ, ഇപ്പോഴുള്ള ഈ ജി സുധാകരൻ്റെ മലക്കം മറിച്ചിലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മയപ്പെടാൻ സാധ്യതയുണ്ടോ മനീഷ് മഹിപാൽ? ജി സുധാകരൻ ഈ പ്രസംഗത്തിന്റെ ഒടുവിലായി പറഞ്ഞത് തൻ്റെ വീട്ടിൽ ജില്ലാ കളക്ടർ തന്നോട് പറഞ്ഞിരുന്നു തഹസിൽദാർ വീട്ടിലെത്തി മൊഴിയെടുക്കുമെന്ന്. അങ്ങനെ താൻ 40 മിനിറ്റോളം തഹസിൽദാരുമായി സംസാരിച്ചു. കാര്യങ്ങൾ എന്താണ് അവിടെ നടന്നതെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തി എന്നാണ്. പക്ഷേ സാങ്കേതികമായി അദ്ദേഹം പറഞ്ഞത് ഒരു പൊതു ഇടത്ത് പറഞ്ഞ വിഷയമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിയമ നടപടി അദ്ദേഹത്തിന് സ്വാഭാവികമായും നേരിടേണ്ടി വരും. ഇനി അദ്ദേഹം അത് തിരുത്തിയെങ്കിൽ കൂടി ഒരു പൊതുമധ്യത്തിൽ പറഞ്ഞ വിഷയം അത് പിന്നീട് തിരുത്തിയാൽ കൂടി അദ്ദേഹം പറഞ്ഞത് വാസ്തവമാണോ അല്ലേ
ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ രാജ്യത്തിന്റെ പരമോന്നത നിയമവ്യവസ്ഥ അല്ലെങ്കിൽ അത്തരത്തിൽ ജനാധിപത്യ വ്യവസ്ഥ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ പേരിൽ നിയമ നടപടിയിൽ നിന്നും പിന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷേ 1989 നടന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് വിവരശേഖരണം അല്ലെങ്കിൽ തെളിവ് ശേഖരണം അടക്കം വലിയ പ്രയത്നമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധത്തിലായിരിക്കും ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയാൽ തുടരന്വേഷണം ഏത് വിധത്തിൽ നടത്തണമെന്ന് കൃത്യമായി പോലീസിന് തന്നെ ഒരു നിയമ ഉപദേശം തേടേണ്ടി വരും. സാധാരണഗതിയിൽ ഇത്തരം കേസുകളൊക്കെ തന്നെ ഇത്രയും വർഷങ്ങൾ നീണ്ട ശേഷം ഇങ്ങനൊരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ പോലീസിനെ അന്വേഷിക്കുകയോ സ്വാഭാവികമായി സാങ്കേതികമായ കാര്യങ്ങളെ പറ്റിയുള്ള നിയമ വശങ്ങളെ പറ്റിയൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ജില്ലാ കളക്ടർ സൗത്ത് പോലീസിനോട് നിർദ്ദേശം നൽകിയെങ്കിലും സൗത്ത് പോലീസ് നിയമ ഉപദേശം തേടിയ നിയമോപദേശം നാളെ ലഭിക്കും. അതിനുശേഷമായിരിക്കും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ജി സുധാകരനെതിരെ എടുക്കുക. BJP പോലും ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ജി സുധാകരനെതിരായ നിയമ നടപടിയിൽ BJPയും ഭാഗമാകും. അതുകൊണ്ട് തന്നെ ഇത് പ്രതിപക്ഷം വലിയൊരു ആയുധമാക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഇതിലൊരു മൃദു സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട്. A. ഷുക്കൂറിന്റെ പ്രതികരണം ഇന്ന് വന്നത് അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ്, അത് അഭിനന്ദിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇനിയും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തണമെന്ന്. പക്ഷേ BJP എന്തുകൊണ്ടാണ് EVM-നെ അടക്കം CPM-ഉം അല്ലെങ്കിൽ കോൺഗ്രസും UDF LDF ഒക്കെ വിമർശിക്കുന്നതിന്റെ പിന്നിലെ കാര്യം തപാൽ വോട്ടുകളിൽ ഇപ്പോഴും CPIM-ഉം കോൺഗ്രസും കൃത്രിമം കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ EVM വേണ്ട എന്നുള്ള കാര്യം പറയുന്നത്. ഒപ്പം തന്നെ തപാൽ വോട്ടുകൾ ഇപ്പോഴും എവിടേക്ക് നടക്കുന്നു അവിടെയെല്ലാം ഈ രണ്ട് പാർട്ടികളും കൃത്രിമം കാണിക്കുന്നു എന്നുള്ള വലിയ ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു ആരോപണം BJP ഉയർത്തുന്നത്. പ്രതിപക്ഷം എന്താണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ വലിയ രീതിയിൽ അത് ആയുധമാക്കിയെടുക്കും. നിയമ നടപടികൾ ആ രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷേ സാങ്കേതികമായി 36 വർഷങ്ങൾക്ക് മുൻപുള്ളൊരു സംഭവമായതുകൊണ്ട് തന്നെ വിവരശേഖരണത്തിൽ നിയമ ഉപദേശം തേടിയ മാത്രമേ പോലീസിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്താണെങ്കിലും പാർട്ടി നേതൃത്വവും ഇപ്പോൾ CPM നേതൃത്വവും ജി സുധാകരനെ തള്ളിക്കൊണ്ടാണ് രംഗത്ത് വരുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. ഈ വിധത്തിൽ മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും നേരത്തെ നടത്തിയ പരാമർശത്തിൽ നിന്ന് മയപ്പെടുകയാണ്, മലക്കം മറിയുകയാണ് ജി സുധാകരൻ. തപാൽ വോട്ടിൽ കൃത്രിമം നടത്തിയെന്ന പരാമർശം തിരുത്തുന്നുണ്ട്. ജി സുധാകരൻ പരാമർശം പൊതുവെ പറഞ്ഞതാണ്, അല്പം ഭാവന കലർത്തി പറഞ്ഞതാണ്. അതാണ് വലിയ രീതിയിൽ ചർച്ചയായത്. ഒരു തവണ പോലും ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ല, താൻ ഒരു കൃത്രിമവും നടത്തിയിട്ടില്ല എന്നാണ് ജി സുധാകരൻ്റെ പുതിയ വിശദീകരണം. മനീഷ് മഹിപാൽ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.